നമസ്കാരം. രണ്ടുപേരും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങിയതാണോ? എല്ലാ ദിവസവും രാവിലെ ഇറങ്ങും. എത്ര റൗണ്ട് നടക്കും? 3 പ്രാവശ്യം. 3 റൗണ്ട് നടക്കും. കൃത്യം എണ്ണിക്കൊണ്ട് 3 റൗണ്ട് നടക്കും. എന്നിട്ട് ഇവിടെ ഇരിക്കും. എല്ലാവരുടെയും വർത്താനം അപ്പൊ സ്ഥിരമായിട്ട് വർത്താനം പറയുന്നവരൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പേര്. ഉണ്ടല്ലേ? എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്? ചേട്ടൻ എഞ്ചിനീയർ ആയിരുന്നു ദുബായിൽ എഞ്ചിനീയർ ആയിരുന്നു. എത്ര കാലം വർക്ക് ചെയ്തു? 4 നൂറ്റാണ്ട് കാലം ദുബായിലെ ആ വലിയ കെട്ടിടത്തിലൊക്കെ അല്ലേ? പല ഒരുപാട് റോഡുകൾ മിക്ക റോഡുകളിലും ഞാൻ തന്നെ ആണോ? ദുബായിലൂടെ പോകുന്ന മെറ്റീരിയൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ പല ദുബായിലെ റോഡുകളിലും ഇദ്ദേഹത്തിന്റെ കരസ്പർശവും ഇദ്ദേഹത്തിന്റെ ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പോ കേരളത്തിലെ റോഡുകൾ എങ്ങനെയാ പൊതുവെ? പൊതുവെ അത്ര നല്ലതെന്ന് പറയാൻ പറ്റൂല. അവിടത്തെ റോഡ് അപേക്ഷിച്ച് പറ്റൂല. പിന്നെ ഇവിടത്തെ കോൺട്രാക്ടേഴ്സ് അല്ലേ? പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ കോൺട്രാക്ടർമാർ അവിടുത്തെ കോൺട്രാക്ടർമാർ തമ്മിലൊരു കാര്യമുണ്ട്. രാജ്യം രണ്ടല്ലേ? 40% പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. 30% എല്ലാം അങ്ങോട്ട് പോകും. പിന്നെ 30% ഉദ്യോഗസ്ഥന്മാർ അവിടെ പറയുന്ന രാജകുടുംബമാണല്ല നോക്കുന്നെങ്കിൽ പോലും ഒരു കറപ്ഷനും. ഇപ്പൊ 100 രൂപയുടെ ഒരു ടെൻഡർ അവിടെ പിടിച്ചാൽ, അല്ലെങ്കിൽ 100 കോടിയുടെ ടെൻഡർ അവിടെ പിടിച്ച് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു കരുതുക, എത്ര കമ്മീഷൻ കൊടുക്കണം അവിടെ? ഒരു കമ്മീഷനും കൊടുക്കണ്ട. ഒരൊറ്റ കമ്മീഷനും കൊടുക്കണ്ട. അതാണ് ദുബായ്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഈ കമ്മീഷന്റെ കളി അല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഈ ദുബായിലെ ജീവിതമാണോ കേരളത്തിലെ ജീവിതമാണോ കുറച്ചുകൂടി നല്ലത്? അവിടെയൊക്കെ പൈസയുണ്ട്. ഇവിടെ സമാധാനമില്ലേ? സമാധാനമുണ്ട്. നല്ല ഈ മ്യൂസിയത്തിൽ വന്നിരിക്കാം, ആകാശവാണിയുടെ പാട്ട് കേൾക്കാം, വാർത്ത കേൾക്കാം, ഇവിടെയൊക്കെ നടക്കാം, പച്ചപ്പ് കാണാം. അവിടെ പെണ്ണുങ്ങളെ അടച്ചിട്ട് ഇരിക്കുന്നൊരു സ്വാതന്ത്ര്യമില്ല. എങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു, സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടാ? ഞാൻ ഒരു വീട്ടമ്മ, എനിക്ക് ഒരു വീട്ടമ്മയുടെ അഭിപ്രായം ശക്തമാണ്. വീട്ടമ്മമാർക്ക് ഒരുപാട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാർ. എന്റെ അഭിപ്രായം പിണറായി സർക്കാർ മാറണോ വേണ്ടയോ? വരട്ടെ, അവര് തന്നെ വീണ്ടും വന്നിരിക്കട്ടെ. അവര് തന്നെ വീണ്ടും വന്നിരിക്കട്ടെ. ഈ സർക്കാർ മാറുന്നതിൽ ഒരു കാര്യമില്ല. ഈ സർക്കാർ തന്നെ ഇരിക്കണം. അതെന്താ അങ്ങനെ? അതാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ സർക്കാരാണ് ചെയ്തത്. ഓക്കെ, ദുബായിലുള്ള എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അവരുടെ ഭരണത്തെ അതൃപ്തിയില്ല. ഒരു അതൃപ്തിയില്ല. മറ്റാരുണ്ട് LDF അല്ലാതെ?